അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റൂഫിംഗ് ട്രസ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ യൂറോടൈൽ ഷീറ്റിൻ്റെ അവസാനത്തെ റിഡ്ജസ് അടിയാണ് ഇത്. യൂറോടൈൽ ഷീറ്റാണ്, ഓടി ഷീറ്റ്. അതിൻ്റെ റിഡ്ജസ് അടി അവസാനത്തെ ഷീറ്റിൻ്റെ കളർ എന്ന് പറയുമ്പം റെഡ് വൈൻ കളറാണ്, അല്ലെങ്കിൽ മാഗണി കളറാണ് ഷീറ്റ്. രണ്ടാമത് ഓടി ഷീറ്റ് ഒരുപാട് വേസ്റ്റും. അന്നേരം ഇതിൻ്റെ അവസാനത്തെ മിനുക്ക് പണിയും കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ക്യാമറ എടുത്തൊന്ന് മേളിൽ കയറി ഇതെങ്ങനെയൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കണ്ടിട്ട് ഇതിൻ്റെ ടോപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അന്നേരം ഒരു കോടിയിൽ നിന്ന് അടുത്ത കോടി തിരിയുന്ന വർക്കാണ്. ഇതിൻ്റെ കൂടെ സ്റ്റെയർ റൂമുണ്ട്, അതിനോട് ചേർന്ന് വരുന്നതാണ് അടുത്ത കോടി. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മോപ്പിൻ്റെ പണിയാണ്. അപ്പോൾ മോപ്പ് ഒന്ന് വെച്ച് നോക്കട്ടെ. ഇവിടെ നീളം വേണമായിരുന്നല്ലേ? എങ്ങനെയുണ്ട്? വെട്ടല്ല അവിടെ എങ്ങനെ കണ്ടേ? ഇത് നീളം വെച്ച് കുറഞ്ഞു വേണമെങ്കിൽ ഇരിക്കുന്നല്ലേ താഴത്തെ? താഴത്തെ നീളം പറഞ്ഞാലേ കുറവുണ്ട്. എത്രയായിരുന്നു പറഞ്ഞേ? ആ ടേപ്പ് കിടത്തറ. ഇത് 89 ഉണ്ടാവും. ഹൈറ്റ് കൊള്ളാം. അതിനകത്തൊരു 3/4 ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ ഓർത്ത് മേടിക്കുന്ന കഴിഞ്ഞ് രണ്ടാമത് ഒരു തീയാന്ന് പറഞ്ഞ പാടൽ. പിന്നെ അത് തന്നെ വെച്ച് നമ്മൾ അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെച്ച്. എന്നാലും ഇത് കണ്ട, ഇതാണ് കട്ടിങ് ഷീറ്റ്. വെള്ളം ഒഴിച്ചെന്ന് ഇടിച്ചിക്കത്തേ ഉള്ളൂ. കണ്ട, ആ രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടിട്ട് അടിക്കാനേ അരിച്ചാൽ നടക്കത്തില്ല. വേസ്റ്റ് ഒരുപാട് പോയി പണിക്കാതെ. ഈ വേസ്റ്റ് ഒന്നും ഒരിടത്തും കയറത്തില്ല. ഈ ഓടി ഷീറ്റിലുള്ള പ്രത്യേകതയാണ്. ഓടി ഷീറ്റ് ആകുമ്പോഴത്തേന് ഒരുപാട് വേസ്റ്റ് പോവും. ഇഷ്ടംപോലെ അവിടെ ഇവിടെ എല്ലാം കിടക്കും. രണ്ടാമന്മാർ കിടന്നുറങ്ങി റെസ്റ്റായിരുന്നു. ഉച്ച സമയമായിരുന്നു വീഡിയോ എടുത്തത്. ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇതെല്ലാം വേസ്റ്റാണ്. ഇതൊന്നും പിന്നെ ചിലതൊക്കെ നമുക്ക് ഇവിടെ 2-3 കയറിപ്പോയായിരുന്നു. കുറച്ച് 2-3-4-5 പീസ് കയറിപ്പോയി. മൂലയിലൊക്കെ കിടക്കുന്ന വേസ്റ്റ് ഒരുപാട് വേസ്റ്റ് പോവും. ഓടി ഷീറ്റ് എടുത്താലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. രണ്ടാമത് ഇതിൻ്റെ ഷീറ്റിൻ്റെ ജോയിൻ്റ് അകത്തു നിന്ന് നോക്കുമ്പോൾ വാവൊളിച്ച് കാണും. അകത്ത് പാട്. പക്ഷേ ഇതിൻ്റെ പുറമാണ് നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ജോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ജോയിൻ്റ് ഒരിക്കലും ചേർന്ന് കിട്ടത്തില്ല മറ്റു ടഫോഡിങ് ഷീറ്റ് കണക്ക്. അപ്പോൾ ഇതിനകത്ത് പർലിങ് അടുപ്പിച്ചിടാമെന്ന് വിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ 2 അടിക്കാണ് പർലിങ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലും കൂടെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓടിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഷീറ്റിൻ്റെ വിലയെ നോക്കി നോക്കുകയാണെങ്കിൽ ഓടിട്ടാൽ മതി. ഇതിൻ്റെ ഫ്രണ്ടെല്ലാം ഓട് ഷീറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് സാധാ ടഫോഡിങ് ഷീറ്റാണ്. പിന്നെ രണ്ടാമത് ഐഡിയ മാറി ടഫോഡിങ് ഷീറ്റായിരുന്നു. പിന്നെ അവർക്ക് ഓടി ഷീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഫ്രണ്ട് സൈഡ് കാണുന്ന സൈഡെല്ലാം ഓടി ഷീറ്റും ബാക്ക് സൈഡ് സാധാ ടഫോഡിങ് ഷീറ്റും സെയിം കളറിൽ ചെയ്തിരിക്കുന്നു. പിന്നെ പോസ്റ്റിനെല്ലാം ഹൈറ്റും കൂടുതലാണ്. 10 അടി ഹൈറ്റാണ്. നാളൊരു സമയത്ത് റൂമാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റിന് ഹൈറ്റ് കൂട്ടിയിട്ടേക്കാണ് ഒരു റൂമൊക്കെ തിരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ പണിയും കൂടുതലായിരുന്നു. ലേബർ നമുക്ക് കുറച്ച് കയറി. മഴയൊക്കെ ആയിരുന്നു, ലേബറും കുറേ. പിന്നെ ഈ വർക്ക് നമുക്കൊരു ടാസ്ക് ആയിരുന്നു. ഭയങ്കര ടഫായിട്ടൊരു പണിയായ ടഫായിട്ടല്ല, ഈ സ്റ്റേ റൂമിനെ കണക്ട് ചെയ്തൊക്കെ എടുക്കണം. എന്നാലേ അങ്ങനെ ചേർന്ന രീതിയിൽ. ഈ സ്റ്റേ റൂമിൻ്റെ കളറും വേറെ ആയിരുന്നു, നമ്മളിട്ട ഷീറ്റിൻ്റെ കളറും വേറെ ആയിരുന്നു. അത് ഓരോ കസ്റ്റമർ പറയുന്നതനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ വർക്ക്. അപ്പം ഇതുപോലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.